ചെർപ്പുളശ്ശേരി നഗരത്തിലെ പുതിയ ഗതാഗത പരിഷ്കരണത്തിൽ പ്രയാസത്തിലായതായി വ്യാപാരികൾ. പുതിയ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ മാറ്റിയതോടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടകളിൽ ആളുകൾ കയറുന്നില്ലെന്നും ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നഗരസഭയിലെത്തി നിവേദനം നൽകി. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മീറ്റിംഗ് വിളിക്കാറുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമീപനം ഉണ്ടാക്കാറുണ്ട്. ബസ്സുകാരുടെ പ്രശ്നം തന്നെയാണ് അവരും ബാധിക്കും, അവരുടേതായ പ്രശ്നമാണ്. പക്ഷെ ആ ബസ്സുകാരുടെ പ്രശ്നം, കച്ചവടക്കാരുടെ പ്രശ്നം ഡിസിഷൻ എടുക്കേണ്ട ആളുകളാണ്. നിങ്ങൾ ബസ്സുകാരെ സമ്മതിക്കലാണ് നടക്കില്ല. അത് ബസ്സുകാരെ സമ്മതിക്കാതെ പലതും നിങ്ങൾ സമ്മതിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ബസ്സിൽ മാത്രം ബസ്സിനെ സമ്മതിക്കലാണെങ്കിൽ അർത്ഥമല്ല. അത് ഞങ്ങളും ബസ്സുകാരും ഓട്ടോക്കാരും എല്ലാവരും തങ്ങളോട് തൊഴിലെടുക്കലാണ്. ഞങ്ങൾ ഇവിടെ നികുതി അടച്ച് മുനിസിപ്പാലിറ്റിക്ക് വേണ്ട റവന്യൂ വരുമാനത്തിന് ഒരു ഭാഗം ഞങ്ങൾ തരുന്നുണ്ട്. ബസ്സുകാർ നിങ്ങൾക്ക് ഒരു സ്ക്വയർ പീസ് ആയിട്ട് എടുക്കുന്നു അല്ലേ? ഞാൻ ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ ബസ്സുകാരന് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുപ്പിക്കണം. അപകട ഭീഷണിയെ തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെയാണ് മുഴുവൻ ബസ്സുകളും പുതിയ സ്റ്റാൻഡിൽ മാത്രം കയറുന്ന രീതിയിൽ ക്രമീകരിച്ചത്. എന്നാൽ ഈ പരിഷ്കരണത്തോടെ പഴയ സ്റ്റാൻഡ് പരിസരത്തെ കച്ചവട സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായി. കടകളിൽ ഈച്ചയാട്ടിയിരിക്കേണ്ട അവസ്ഥയാണെന്നും വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കച്ചവടം ഇടിഞ്ഞതായും വ്യാപാരികൾ പറയുന്നു. കാരണം ഞങ്ങളിപ്പോൾ 2 മാസമായി വാടകയ്ക്ക് വെറുതെ കൊടുക്കണം. രാവിലെ വരിക എന്നിട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ബസ് അപ്പൊ അതുകൊണ്ട് അതിനെ പരിഹരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടൈമിൽ ലൈസൻസ് കൈകൊണ്ട് ബന്ധമല്ലാന്ന് പറയുകയും ചെയ്യരുത്. അത് ഒഴിവാക്കിത്തരും വേണം. നേരത്തെയും ഈ വിഷയത്തിൽ അധികൃതരോട് പരാതി പറഞ്ഞിരുന്നെങ്കിലും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ കൂട്ടമായി എത്തി ചെയർപേഴ്സണ് നിവേദനം നൽകിയത്. മുഴുവൻ ബസ്സുകളും പുതിയ സ്റ്റാൻഡിൽ മാത്രം ഒതുക്കാതെ പഴയ സ്റ്റാൻഡ് പരിസരത്ത് കൂടി എത്തുന്ന രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ബസ്സുകാർക്ക് ടൈമില്ല, അവരുടെ ടൈം പോകണം, അപ്പുറത്തുള്ള ബസ്സുകൾ മുമ്പത്തെ ബസ്സുകൾ പോകണമെന്നുള്ളതാണ്. അത് നിങ്ങൾ ബസ്സുകാരോട് സംസാരിക്കും. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും കൂടാം, നിങ്ങളാണ് ഇനിഷ്യേറ്റീവ്, ഞങ്ങൾക്ക് അധികാരങ്ങളൊക്കെയാണ്. അവരെ വിളിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ബസ്സുകളൊന്നും പോയിക്കോട്ടെ. അത് ഞങ്ങൾക്ക് ഇവിടെ പറ്റുമ്പോൾ മത്സ്യമാരാണ്. നിങ്ങൾക്ക് അറിയാം, 11 മണിക്ക് അവരെ 10 മണിക്ക് അങ്ങാടിയിൽ പോയപ്പോഴേക്കും ഒരു മനുഷ്യൻ വൈകുന്നേരം വരെ വെക്കണ്ടേ? ഇന്നലെ 12 മണി വരെ ഒരു 10 രൂപയ്ക്ക് വെക്കാത്ത പീഡിയക്കാരുണ്ട്. അത് അത്രയും പ്രയാസകരമായ ഒരു മാസം മുന്നേ വരുന്നു. അപ്പൊ അത് നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി വ്യാപാരികൾ എപ്പോഴും സഹകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ പുതിയ പരിഷ്കാരം മൂലം വ്യാപാരികൾ വലിയ സാമ്പത്തിക പ്രയാസമാണ് നേരിടുന്നതെന്നും ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ ഹമീദ് പറഞ്ഞു. വിഷയം നഗരസഭ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ലഭിച്ച മറുപടിയെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ പരിഷ്കരണം വന്നത് 30-ാം തീയതിയാണ് നടപ്പിലാക്കിയത്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി 1-ാം തീയതിക്ക് മുമ്പ് ടൗണിലെ തിരക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വളരെ ധൃതി പിടിച്ച് ഉള്ളൊരു മീറ്റിംഗ് 28-ാം തീയതി വിളിക്കുകയും 30-ാം തീയതി നടപ്പിലാക്കുകയും ചെയ്തു. 31-ാം തീയതി തന്നെ കച്ചവടക്കാരൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെയും മുനിസിപ്പൽ ഓഫീസിൻ്റെയും ഇടയിലുള്ള ഈ റോഡിൻ്റെയും ഇടയിലുള്ള മുഴുവൻ കച്ചവടക്കാരും വലിയ പ്രയാസത്തിലായി എന്ന് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് 31-ാം തീയതി തന്നെ അധികൃതരോട് ഞങ്ങൾ സംഘടന എന്നുള്ള നിലക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷണമാണ് നടത്തിയത്, അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ആ പരീക്ഷണം നമുക്ക് മാറ്റി ചിന്തിക്കണം എന്ന് വളരെ സൗഹാർദ്ദപരമായി നമ്മൾ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞ 22 ദിവസമായി വ്യാപാരികളും വ്യാപാരി പ്രതിനിധികളും ഇവിടെ വന്ന് പറയുക എന്നല്ലാതെ ഒരു മാറ്റവും ഈ സംവിധാനത്തിലില്ല. മാത്രമല്ല ഇത് അടുത്തൊന്നും മാറുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കാണില്ല. കാരണം ഏതെങ്കിലും ഒരു നീക്കം യോഗം വിളിക്കുകയോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള സംവിധാനമോ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആ ഏരിയക്കുള്ളിലുള്ള കച്ചവടക്കാരാണ്. അവരെയും കൂട്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗൗരവം ഇന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ടൗണുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും വിളിച്ച് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാമെന്നുള്ള ഉറപ്പാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. CCN ചെർപ്പുളശ്ശേരി.